പാതിവില തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നുള്ളത് അറിയാലോ. അപ്പോൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. വായനശാല വഴി 33 ലക്ഷം തട്ടിയെടുത്തുവെന്ന പരാതിയിൽ മൈത്രി വായനശാല ഭാരവാഹികളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. കാസർഗോഡ് നിന്ന് ചേരുന്നത് അരുൺ പാറയ്ക്കലാണ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓരോ സ്ഥലത്തും അവിടെയുള്ള ഒരു ജനകീയ സംഘടന, കൂട്ടായ്മകൾ, ഈവൻ വാട്സപ്പ് കൂട്ടായ്മകളിലടക്കം അവരെ ബോധവൽക്കരിച്ച് ആ കൂട്ടായ്മകളിലുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തുക എന്നതായിരുന്നു ഇവരുടെ ഒരു രീതി. ഇവിടെ ഇപ്പോൾ മൈത്രി എന്ന് പറയുന്ന വായനശാല വഴിയാണ് പലരെയും ഈ തട്ടിപ്പിൽ പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. ഈ കാസർഗോഡ് ജില്ലയിലെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാവുന്ന ആദ്യ പരാതിയാണ് ഈ കുമ്പടാജെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച മൈത്രി വായനശാലയുടെ അക്കൗണ്ടിൽ നിന്ന് പോയ 33 ലക്ഷത്തോളം രൂപ എന്നതാണ്. ഈ 33 ലക്ഷത്തോളം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു അനന്തകൃഷ്ണനെ ബന്ധപ്പെടുന്നത് സായി ആശ്രമം സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ വഴിയാണ്. ഈ ആനന്ദകുമാറാണ് ഈ അനന്തകൃഷ്ണന് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ടെന്നും ആ പദ്ധതി പ്രകാരം ഈ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വായനശാലയിൽ വരുന്ന ആളുകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും ലാപ്ടോപ്പും തയ്യൽ മെഷീനുമൊക്കെ നൽകാം എന്ന് പറഞ്ഞതും. അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ കുറേ സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ നൽകി. പിന്നീടാണ് ഈ തട്ടിപ്പ് നടന്നത്. 33 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ അനന്തകൃഷ്ണൻ്റെ 2 അക്കൗണ്ടുകളിലേക്ക് പോയത്. ഇതിലിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ പരാതിക്കാരുടെ, അതായത് ഈ മൈത്രി വായനശാല ഭാരവാഹികളുടെ എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്. 5ഓളം പേരുടെ മൊഴി ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിവൈഎസ്പി ഉത്തം ദാസിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. ഇനിയും കൂടുതൽ പേർ ഈ പരാതിയുമായി വന്നേക്കാമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മാസ് പെറ്റീഷനാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ഒരു മാസ് പെറ്റീഷൻ അത് ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയായിരുന്നു. പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയേക്കാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ക്രിസ്റ്റീന, പ്രവിത.